ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കാൻ നിർദ്ദേശിച്ചുള്ള ഇറാൻ പരമോന്നത നേതാവ് അയതൊള്ള അലി ഖൊമേനിയുടെ ഉത്തരവ് നടപ്പാക്കുമെന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അലി ഫദ്വി. ഹമാസ് ഉന്നത നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് പരമോന്നത നേതാവ് അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിലാണ് അലി ഫദ്വിയുടെ പ്രതികരണവും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്നും ഇസ്രായേലിനെ ശിക്ഷിക്കുമെന്നുള്ള പരമോന്നത നേതാവിന്റെ ഉത്തരവ് വ്യക്തവും കൃത്യവുമാണ്. ഏറ്റവും നല്ല രീതിയിൽ ഉത്തരവ് നടപ്പാക്കുമെന്ന് അലി ഫദ്വി പറയുന്നുണ്ട്. യുദ്ധപ്രഖ്യാപനത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് അലി പ്രതികരിച്ചിരിക്കുന്നത്. അതിനിടെ ഇറാനിൽ മാരകശേഷിയുള്ള ആണവായുധങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ വിന്യസിച്ചതായും ഇറാൻ സൈന്യം മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതോടെ പശ്ചിമേഷ്യ ആകെ ഭീതിയിലായിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങൾ മേഖലയിലൂടെയുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട്. പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസവും US ആവർത്തിക്കുന്നത്. വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബി ഇസ്രായേലിനെ സംരക്ഷിക്കാൻ മേഖലയിൽ തങ്ങൾക്ക് നിരവധി സന്നാഹങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. നേരത്തെ പടക്കപ്പലുകൾ അടക്കം കൂടുതൽ സന്നാഹങ്ങൾ അമേരിക്ക മേഖലയിലേക്ക് അയച്ചിരുന്നു. ഹമാസിന്റെ ഉന്നത നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെയാണ് ഇസ്രായേലുമായുള്ള പോരാട്ടത്തിന് ഇറാൻ നിർബന്ധിതമായത്. കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നാണ് ഇറാനും ഹമാസും ഇപ്പോഴും ആരോപിക്കുന്നത്. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയോ ശരിവെക്കുകയോ ഇസ്രായേൽ ഇതുവരെ ചെയ്തിട്ടില്ല. അതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകളിൽ ഇടപെട്ട് ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി രംഗത്ത് വന്നിരിക്കുന്നത്. ഗാസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകളുടെ ശ്രമങ്ങൾക്ക് ഡേവിഡ് ലാമി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി കാലതാമസം വേണ്ട, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണം എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഡേവിഡ് ലാമി പറഞ്ഞത്. വെടിനിർത്തൽ കരാറിന് പുറമെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിനും ആഹ്വാനം ചെയ്ത ഈജിപ്ത്, ഖത്തർ, US എന്നീ രാജ്യങ്ങളുടെ നടപടിയെ ബ്രിട്ടൻ പൂർണ്ണമായും അംഗീകരിക്കുന്നതായും ലാമി വ്യക്തമാക്കുന്നു. ആഗസ്റ്റ് 15-ന് ദോഹയിലോ കെയ്റോയിലോ വെച്ച് മധ്യസ്ഥ ചർച്ച നടക്കുമെന്നാണ് രാജ്യങ്ങൾക്ക് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഗാസയിലേക്ക് അടിയന്തരമായി സഹായം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ലാമി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കത്തെ UK പിന്തുണയ്ക്കുന്നത് പലസ്തീനികളുടെയും ഹമാസ് അടക്കമുള്ള ഗ്രൂപ്പുകളുടെയും താൽപ്പര്യങ്ങളെ മുൻനിർത്തിയാണെന്നും ഡേവിഡ് ലാമി പറയുന്നുണ്ട്. ഇതിനു പുറമെ ഇസ്രായേലിനും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും ഇടയിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ ബ്രിട്ടന് താൽപ്പര്യമില്ലെന്നും ഡേവിഡ് ലാമി വ്യക്തമാക്കുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം 1701 പൂർണ്ണമായി നടപ്പാക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 22 പലസ്തീനുകാർ കൊല്ലപ്പെട്ടതായി പറയുന്നുണ്ട്. ഇതോടെ ഗാസയിലെ പലസ്തീനികളുടെ മരണസംഖ്യ 39,699 ആയിട്ടുണ്ട്.